വേനൽ കടുത്തതോടെ ഇടുക്കിയിലെ ഏലം കൃഷി വലിയ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ വർഷത്തെ കൊടും വേനലിൽ 113 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെങ്കിൽ ഇത്തവണ നഷ്ടത്തിന്റെ കണക്ക് വർദ്ധിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. കഴിഞ്ഞ വേനലിൽ സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക കർഷകർക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. വേനൽ മഴയ്ക്കായി കാത്തിരിക്കുകയാണ് ഇടുക്കിയിലെ ഏലം കർഷകർ. ഒപ്പം കഴിഞ്ഞ വേനലിലെ കൃഷിനാശത്തിന് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തിനായും. ഇനിയും വേനൽ മഴ ചതിച്ചാൽ ഏലം കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലെന്ന് കർഷകർ. ഇത്തവണ തന്നെ വിളവ് കുറവായിരുന്നു. കഴിഞ്ഞ വർഷം മൊത്തം ഉണങ്ങി പോയതുകൊണ്ട് നമുക്ക് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിന് കാര്യമായ നഷ്ടപരിഹാരമൊന്നും കിട്ടിയിട്ടില്ല. മഴ ഇനിയും താമസിച്ചാൽ ഇനിയും കണ്ടമാനം ഉണങ്ങി വീഴും. ഇപ്പം തന്നെ ഇതൊക്കെ നോക്കുമ്പോൾ ന്യായമായി ഉണങ്ങി നിൽക്കുമല്ലേ. വെള്ള സൗകര്യം കുറവാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഉൽപ്പാദനത്തിൽ ഒത്തിരി കുറവ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷം ഉൽപ്പാദനം ഒത്തിരി കുറവായിരുന്നു. കഴിഞ്ഞ നേരത്തെ അപേക്ഷിച്ച് ഒരുപാട് കുറവായിട്ട് വന്നിട്ടുണ്ട്. വരൾച്ച പ്രശ്നമാണ്. വെള്ള സംവിധാനം, ജലസേചനത്തിനുള്ള സംവിധാനം ഉറപ്പാക്കുകയാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. കാലാവസ്ഥാ വ്യതിയാനം മൂലം വരുന്നത് ജലസേചനത്തിലൂടെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. കാലാവസ്ഥയുടെ വ്യതിയാനം മനസ്സിലാക്കി സർക്കാർ കൈത്താങ്ങുണ്ടായില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഏലം കൃഷി വലിയ തകർച്ച നേരിടുമെന്ന് കർഷകർ പറയുന്നു. നഷ്ടപരിഹാര തുക അത് തീരെ കുറച്ച് അതായത് നമുക്ക് അപേക്ഷ വെച്ച് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു എമൗണ്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലുള്ള ഉൽപ്പാദനം തീരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ ഇടുക്കിയിൽ നിന്ന് നമുക്ക് ഏലം തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു അവസ്ഥ തന്നെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വേനലിൽ 113 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായെന്നാണ് കൃഷിവകുപ്പിന്റെ തന്നെ വിലയിരുത്തൽ. എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച തുക വെറും 8 കോടി രൂപ മാത്രം. സർക്കാരിന്റെ എയിംസ് പോർട്ടലിലെ കണക്കനുസരിച്ച് 2024 വേനൽ ചൂടിൽ ജനുവരി 1 മുതൽ ജൂലൈ വരെ 17,944 ഏലം കർഷകർക്ക് കൃഷിനാശമുണ്ടായി. 4,368.8613 ഹെക്ടർ ഏലം കൃഷി നശിച്ചതായും 110.93 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായുമാണ് കണക്ക്. 10 കോടിയോളം രൂപ 18,000 കർഷകർക്ക് പങ്കിടുമ്പോൾ നാമമാത്രമായ തുകയാണ് ലഭിക്കുക. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സ്പൈസ് ബോർഡിന്റെ ഇടപെടൽ നിരാശാജനകമെന്ന് കർഷകർ പറയുന്നു. കേന്ദ്ര സർക്കാർ സ്പൈസ് ബോർഡിലൂടെ ആദ്യകാലങ്ങളിൽ വിതരണം ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ സ്പൈസ് ബോർഡും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും അതിനോട് വിമുഖത കാണിക്കുകയും കൃഷിക്കാരന് കിട്ടേണ്ട സബ്സിഡികളോ അല്ലെങ്കിൽ ഏലം കൃഷി നശിച്ചു പോകുന്നതിനുള്ള റീപ്ലാനിനുള്ള ഫണ്ടുകളൊന്നും വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല. ഓരോ വർഷവും ഉണ്ടാക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഏലം കൃഷിയുടെ ഉൽപ്പാദനം പോലും ഗണ്യമായി കുറഞ്ഞു. വേനൽക്കാലത്ത് തോട്ടങ്ങളിൽ മൈക്രോ സ്പ്രിംഗ്ലർ സംവിധാനം ഒരുക്കാൻ കർഷകർക്ക് സർക്കാർ ആവശ്യമായ സംവിധാനം ഒരുക്കണമെന്നും കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഏലം പരിപാലനത്തിന് നൂതന പഠനങ്ങൾ നടത്തി അവ കൃഷിയിടത്തിൽ പ്രായോഗികമാക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ വേനൽക്കാലത്തുണ്ടായ നഷ്ടപരിഹാര തുക പോലും ഇപ്പോഴും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഇത്തവണ വേനൽ കടുത്താൽ ഏലം മേഖലയെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാകും. ഉൽപ്പാദന ചെലവ് കൂടി കണക്കിലെടുത്താൽ ഈ ലഭിക്കുന്ന നഷ്ടപരിഹാര തുക തുലോം തുച്ഛമെന്ന് കർഷകർ പറയുന്നു. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.